Namaste, welcome back viewers, welcome back to my channel Vintrader. ഗ്യാപ്പ് അപ്പിലും ഗ്യാപ്പ് ഡൗണിലും ഓപ്പൺ ആവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി എവിടെ നിന്ന് പിക്ക് ചെയ്യണം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്ന് നമുക്ക് രാവിലെ സെൽ ട്രേഡും അത് കഴിഞ്ഞ് അപ്രോക്സിമേറ്റ് 10:45 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്ച്വലി ഒരു ബൈ ട്രേഡും കിട്ടി. നമുക്ക് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ലൈവാണ് കാണിക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ 1 മിനിറ്റ് ചാർട്ടിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ അത് വർക്കൗട്ട് ആവുന്നു, എങ്ങനെ എൻട്രി പിടിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ലൈവ് പെർഫോമൻസ് ആണ്, 25th ജൂലൈയിലെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയത് ഗ്യാപ്പ് ഡൗണിലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ നമ്മുടെ 8.1 പെർഫോമൻസ് ആണ്. ആക്യുറസി ലെവൽ നമുക്ക് 80-90% കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഗൈഡ്, അതായത് കറക്റ്റായിട്ട് നമുക്കൊരു എവിടെ നിന്നാണ് ബ്രേക്കൗട്ട് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വരുമ്പോൾ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പോലുള്ള ചാർട്ടിൽ കൺഫ്യൂഷനാണ്. ഇവിടുന്ന് അപ്പ് ഡൗൺസ് കറക്റ്റായിട്ട് എവിടുന്ന് പോകുന്നു, ബ്രേക്കൗട്ട് എവിടുന്ന് പോകുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമുക്കത് സൈഡ് വേസ് ആണെങ്കിൽ നമുക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും. എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗ്യാപ്പ് ഡൗണിൽ ഇവിടെ ഓപ്പൺ ആയപ്പോൾ മാർക്കറ്റ് രാവിലെ സെല്ല് തന്നിരുന്നു. സെല്ല് അടിച്ചിറങ്ങി മാർക്കറ്റ് തിരിച്ച് ബാക്ക് അടിച്ചു. അവിടുന്ന് പിന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെൽ സിഗ്നൽ തന്ന ആ സമയത്ത് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ആക്ച്വലി ട്രേഡ് എടുത്ത് 50,816 എന്നാണ്. അവിടുന്ന് മാർക്കറ്റ് താട്ടിറങ്ങി 50,571 വരെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ബ്ലൂ കളർ കാണിച്ചെങ്കിലും നമുക്ക് അവിടുന്ന് പിന്നെ മാർക്കറ്റ് കുറച്ചുകൂടെ താട്ടിറങ്ങിയ ശേഷമാണ് പിന്നെ റിവേഴ്സ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ലേറ്റസ്റ്റ് ബൈസിക്കിൾ നമുക്ക് വന്നത് 10:44 അതിന് എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബൈസിക്കിൾ വന്ന് കൺഫേമായി റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് നമുക്കൊന്ന് കറക്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. കാരണം സിഗ്നൽ വന്നത് കൺഫേം ആയത്, കാരണം ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് ബൈസൊന്നും കൺഫേമായി തിരിച്ച് കയറിയത് ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. 50,680 നമ്മൾ മാർക്കറ്റ് നേരെ കയറി മാർക്കറ്റ് 765 വരെ തിരിച്ച് പിന്നെയും ബാക്ക് അടിച്ച് ബ്രേക്ക് ഔട്ട് കയറി. അപ്പോൾ ഇവിടെ എൻട്രി മിസ് അവർക്ക് നെക്സ്റ്റ് പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറിയ സെക്ഷനിൽ നിന്ന് നമുക്ക് അവിടുന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 50,728 അവിടുന്ന് പിന്നെയും കയറുന്നുണ്ട്. ടോട്ടൽ 3 ടാർഗറ്റും നമുക്ക് ഹിറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ട്രേഡ് മിസ്സായത് നമുക്ക് ട്രെൻഡ് ലൈൻ ബാക്കൗട്ട് അടിച്ച് പിന്നെ ബ്രേക്ക് ചെയ്യുന്ന സെക്ഷനിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന അവിടെ നെക്സ്റ്റ് ഒരു എൻട്രി ലെവലിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എവിടെ എടുക്കണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞുതരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം 5 മിനിറ്റ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഗ്യാപ്പ് ഡൗണിൽ ഇറങ്ങി മാർക്കറ്റ് 2 ടാർഗറ്റ് ഇട്ടതിന് ശേഷം ബാക്കൗട്ട് ഇറങ്ങി കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബൈ ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. ഇനി മാർക്കറ്റ് ഒരു സ്ട്രോങ് ബുള്ളിഷ് ആയിട്ട് കാണിക്കുന്നില്ല, തിരിച്ച് ഇറങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ട്രേഡ് എടുത്തത് തിരിച്ച് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു ബൈ ട്രേഡ് എടുക്കാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ട്രേഡ് നമ്മൾ ചെറിയ ട്രേഡുകൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് ലോങ് ടാർഗറ്റിലേക്ക് ട്രൈ ചെയ്യുന്നില്ല. ചെറിയ ട്രേഡാണ് നമുക്ക് പെട്ടെന്ന് സ്കാൽപ്പിങ്ങിലൂടെ 1 മിനിറ്റിലൂടെ നമുക്ക് പെർഫോമൻസ് ഏൺ ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാം. അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.